ഹലോ ഹായ് നമസ്കാരം. പൊടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ ഇങ്ങ് എത്തി. നമുക്കൊരു ഓണസദ്യ ഒരുക്കണ്ടേ? സദ്യയിലെ ഒന്നാമനല്ലേ നമ്മുടെ ഇഞ്ചി അച്ചാർ. അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് സദ്യയിലെ ഒരു കിടിലം ഇഞ്ചിക്കറി ആയിട്ടാണ്. എനിക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വച്ചിട്ടുണ്ടേ. അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ട് അരിയണം. അതാകുമ്പോൾ മൂപ്പിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഒപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി, നമ്മൾ ഇഞ്ചി എടുക്കുന്നതിൻ്റെ ഒരു 1/4 ഭാഗം ചെറിയ ഉള്ളി മതി, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കണം. ശേഷം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ച് ആ എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി കുറേശ്ശെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് കോരാം. ഭയങ്കരമായിട്ട് മൂത്ത് പോകണ്ട, എങ്കിൽ നമ്മൾ ഇഞ്ചിക്കറി കഴിക്കും. പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതും കൂടെ മൂപ്പിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിന് മതി. കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും കൂടെ ആകുമ്പം കയ്പുണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാം മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പം മൂപ്പിച്ച ഇഞ്ചിയും ചെറിയ ഉള്ളിയും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഈ ഒരു പരുവത്തിന് അടിച്ചെടുക്കുക. അതായത് ചെറിയൊരു തരി വരുന്ന തരത്തിൽ. ഇനി നമുക്ക് ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് ചട്ടിയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് വറുത്തെടുക്കാം. അതിൻ്റെ ചൂട്, ആ ചെറിയൊരു എണ്ണയുടെ ചൂട് വെച്ച് തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അത് നമ്മൾ ആവശ്യത്തിന്, നമ്മൾ എത്ര ഇഞ്ചി എടുത്തിട്ടുണ്ടോ അത്ര ആവശ്യത്തിന് ഇടുക. ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത മിക്സിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഐറ്റം ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് നമ്മൾ ആ ജാറ് കഴുകിയിട്ടുള്ള വെള്ളവും കൂടെ വീഴ്ത്തി എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിയിട്ട് ആ വെള്ളം ഒഴിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കരയോ കരിപ്പട്ടിയോ ഇതൊന്നും ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ പുളിവെള്ളവും കൂടെ വീഴ്ത്തി നന്നായിട്ട് മിക്സ് ചെയ്തു ശേഷം തീ കുറച്ച് വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് മതിയാക്കാം. കാരണം ഇത് ചൂടൊന്ന് ആറി വരുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു തിക്നെസ്സിലിരിക്കും. അപ്പം നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ ഇവിടെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിനായിരിക്കും നമുക്ക് ഇഞ്ചിക്കറി വയ്ക്കും. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ഒരു പരുവത്തിന് കിട്ടും. ലൂസും അല്ല ഭയങ്കര കട്ടിയും അല്ലാത്ത ഒരു രീതിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റ ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം.